ഞാനിപ്പോൾ ഉള്ളത് ഫ്ലോ ഡിസൈൻ ഇന്റീരിയേഴ്സിന്റെ റീസെന്റ് ക്ലയൻസ് ആയ ഇസ്മായിൽ പാപ്പനശ്ശേരി ആൻഡ് റുബീന ദമ്പതിമാരുടെ സ്വപ്ന ഭവനം ഇരമിലാണ്. സോ ഇവിടുത്തെ ഇന്റീരിയർ ഹൈലൈറ്റ്സ് ഒക്കെ നമുക്ക് കാണാം. ഇതിന്റെ ഈ വീട്ടിൽ കയറുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന കളർ കോമ്പിനേഷൻ ആണ് പേസ്റ്റൽ ഗ്രീൻ, ഓഫ് വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷൻ. ആൻഡ് ഇപ്പൊ ഞാനുള്ളത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലാണ്. ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഈ കാണുന്ന TV യൂണിറ്റ്. ചാർക്കോൾ പാനലിംഗ് വിത്ത് PVC ലാമിനേഷനിലുള്ള TV യൂണിറ്റ് ഉണ്ട്. ആൻഡ് അതിന്റെ തൊട്ട് താഴെയായിട്ട് PVC ലാമിനേഷനിൽ തന്നെ വരുന്ന സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. ആൻഡ് ഈ ഒരു ലിവിംഗ് സ്പേസിനൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സൂപ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ലിവിംഗ് സ്പേസിലെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഈ കാണുന്ന പാർട്ടീഷൻ വാൾ വിത്ത് സ്പേസ്. ഡൈനിങ് സ്പേസിൽ നിന്നും നല്ല ഭംഗിയുള്ള ഒരു പാഷ്യയിലേക്ക് നമുക്ക് ആക്സസ് കിട്ടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്ന ഈവനിങ് ടീ ടൈം ഒക്കെ നമുക്ക് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാം. ആൻഡ് ഇവിടെ നിന്ന് പുറത്തേക്ക് കാർ പാർക്കിംഗ് ഏരിയയിലൊക്കെ നല്ലൊരു വ്യൂ കിട്ടുന്നു. സോ ഇവിടുത്തെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് 3 ബെഡ്റൂംസിലും ഓപ്പൺ കിച്ചണിലും പാഷ്യയിലേക്കും ആക്സസ് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന വാളും ഇവിടെ കൊടുത്തിരിക്കുന്ന സീലിങ്ങും ആൻഡ് ഇവിടെ കൊടുത്തിരിക്കുന്ന ചെസ്റ്റ് ടേബിളുമാണ്. PVC ലാമിനേറ്റ് ചെയ്തിരിക്കുന്ന ഇൻവെർട്ടർ സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് അറ്റാച്ച് ആയിട്ട് തന്നെയാണ് വാഷ് ബേസിനും കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ ബോൾ ചെയ്തിരിക്കുന്നത് PVC പാനൽ ബോർഡിലാണ്. ആൻഡ് മറ്റു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മീറ്റർ ബോക്സ് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് ഇന്റീരിയറിന് തീരെ മാച്ച് ചെയ്യാത്ത രീതിയിലാണ് കാണാറ് അല്ലെ. ഇവിടെ അതിലൊരു സ്പെഷ്യൽ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് മീറ്റർ ബോക്സ് ഹൈഡ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം പീച്ച് ആൻഡ് ബ്രൗൺ കളറിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ എൻറ്റയർലി കാണാൻ പറ്റുന്നത്. ആൻഡ് മാച്ചിങ് ആയിട്ടുള്ള ഹെഡ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഹെഡ് ബോർഡിന്റെ പുറകിലായിട്ട് തന്നെ ഹെഡ് ബോളിൽ ടെക്സ്ചേർഡ് മൈക്ക ബോൾ വിത്ത് ഗോൾഡൻ ബ്ലൂസ് ആണ്. ആൻഡ് കൂടെ തന്നെ സൈഡ് ടേബിൾസ് ഉണ്ട്. മാച്ചിങ് ആയിട്ടുള്ള ബ്രൗൺ കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബും PVC തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡൻ സ്ട്രിപ്സും ഗോൾഡൻ മെറ്റൽ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടലി ഈ വീട്ടിൽ 2 കിച്ചൺ ഉണ്ട്. ഈ വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു സ്പേസ് കൂടിയാണ് ഈ ഓപ്പൺ കിച്ചൺ. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളി ആണ് ഈ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് ക്യാബിൻ അക്രിലിക് വിത്ത് മെറൈൻ പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കിച്ചൺ ടോപ്പ് നാനോ വൈറ്റിലും പിന്നെ ബോട്ടം ക്യാബിൻ അക്രിലിക്കിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അക്രിലിക് വിത്ത് ബ്ലൂസിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കിച്ചൺ ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ ഓപ്പൺ ബോക്സസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മറ്റൊരു ബെഡ്റൂം. ഇതുവരെ കണ്ടുവന്ന റൂംസും സ്പേസസും ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാം ഗ്രേ ആൻഡ് ബ്ലൂ പർപ്പിൾ. ആൻഡ് ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ആണ് ഹെഡ് ബോർഡ്. ഇവിടെ ടെക്സ്ചേർഡ് ബോൾ വിത്ത് പാനലിംഗ് നമുക്ക് കാണാം. ആൻഡ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹെഡ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് മറ്റൊരു ഹൈലൈറ്റ് സ്ലൈഡിംഗ് വാർഡ്രോബ്. കൂടെ തന്നെ അറ്റാച്ച് ആയിട്ട് ഒരു സ്റ്റഡി ടേബിളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് യൂണിറ്റ് ബാക്ക് വാൾ ചെയ്തിരിക്കുന്നത് PU പാനലിംഗിലാണ്. ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് കിച്ചൺ അഥവാ വർക്കിംഗ് കിച്ചൺ. നാനോ വൈറ്റിൽ തന്നെ ചെയ്തിരിക്കുന്ന കിച്ചൺ ടോപ്പും ഇൻബിൽഡ് ആയിട്ടുള്ള ഫ്രിഡ്ജ് യൂണിറ്റും ഇവിടെ. ഇതുപോലെ നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയേഴ്സ് നല്ല ഭംഗിയാക്കി മനോഹരമാക്കി മാറ്റാൻ ഫ്ലോ ഡിസൈൻ ഇന്റീരിയേഴ്സ് ഇസ് ഓൾവേസ് വിത്ത് യു. ഫോർ മോർ എൻക്വയറീസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ.